കേരള സർവകലാശാല രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാർ വീണ്ടും ചുമതലയേറ്റു. സെയ്ഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സെയ്ഫ്, ഇന്ന് നിയമനാധികാരമുള്ള സിൻഡിക്കേറ്റ് ഈ സസ്പെൻഷൻ നടപടി പിൻവലിച്ചതിന് പിന്നാലെ തന്നെ അനിൽകുമാർ ചുമതലയേൽക്കുന്നു. അനിൽകുമാർ ഇപ്പോൾ എവിടെയാണുള്ളത്? വൈകിട്ട് 4:30 സർവകലാശാല ആസ്ഥാനത്തെത്തി രജിസ്ട്രാറായി അനിൽകുമാർ വീണ്ടും ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. സൈഫുദ്ദീൻ നിയമനാധികാരി സിൻഡിക്കേറ്റ് ആണ്. നിയമനാധികാരിയോട് സംസാരിക്കാതെ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം തേടാതെയാണ് VC സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കിയതെന്നായിരുന്നു ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ പൊതുവെ ഉണ്ടായിരുന്ന അഭിപ്രായം. അത് റദ്ദ് ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും ഇടത് സിൻഡിക്കേറ്റ് ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുത്തുകൊണ്ട് വൈകിട്ടോട് കൂടി തന്നെ അതിന്റെ ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും കാതലായിട്ടുള്ള ഭാഗം. കാരണം നിയമനാധികാരി ആയിട്ടുള്ളത് സിൻഡിക്കേറ്റ് ആണ്. അതുകൊണ്ട് സിൻഡിക്കേറ്റ് അദ്ദേഹത്തെ വീണ്ടും രജിസ്ട്രാറായി നിയമിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്ത് ഉത്തരവിറക്കിയതിന് പിന്നാലെ അനിൽകുമാർ ഇന്ന് ഞായറാഴ്ച ആയിട്ട് പോലും വൈകിട്ട് 4:30 സർവകലാശാല ആസ്ഥാനത്തെത്തി ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെ ഇപ്പോൾ കോടതിയിൽ അറിയിക്കാൻ പോകുന്നത് സിൻഡിക്കേറ്റ് തീരുമാനപ്രകാരം രജിസ്ട്രാറായി വീണ്ടും അനിൽകുമാർ വന്ന് ചുമതല ഏറ്റെടുത്തു എന്നുള്ള സിൻഡിക്കേറ്റിന്റെ തീരുമാനം. അതായിരിക്കും നാളെ ഹൈക്കോടതിയിൽ അറിയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സൈഫുദ്ദീൻ, VCയെയും ഗവർണറെയും രാജ്ഭവനെയും കൂടി വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ സസ്പെൻഷനിലായ അനിൽകുമാർ സിൻഡിക്കേറ്റ് ഇത് റദ്ദാക്കിയതിന് പിന്നാലെ തന്നെ ഇന്ന് ഞായറാഴ്ചയായിട്ട് പോലും സർവകലാശാലയിലെത്തി ചുമതല തിരിച്ചെടുത്തത്. വിശദാംശങ്ങൾ നൽകിയത് സെയ്ഫ് സൈനുലാബ്ദീൻ.